ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയുടെ മുൻപിലാണ്. 2020 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയുടെ വമ്പൻ തോൽവിക്ക് ശേഷം ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രതീക്ഷകൾ ഇപ്പോൾ നൂൽപ്പാലത്തിലാണ്. സിംബാബ്വെക്കെതിരെ ഇന്നത്തെ പോരാട്ടം കേവലം ഒരു മത്സരം മാത്രമല്ല, ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുന്ന ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷേ ഇന്ന് ആരാധകർ ഉറ്റുനോക്കുന്നത് മറ്റൊന്നിലേക്കാണ്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പടയുടെ ആവേശമായി മാറിയ സഞ്ജു സാംസൺ ഇന്ന് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമോ? CSK എത്തിയ ശേഷം തട്ടകമായ ചെന്നൈയിൽ ആദ്യമായി പാടടിക്കുന്ന സഞ്ജുവിന് മുന്നുള്ളത് ഹിമാലയൻ വെല്ലുവിളികളാണ്. സ്പിൻ കുരുക്കളെ തകർക്കാനും ആരാധകരുടെ പ്രതീക്ഷകൾ കാക്കാനും സഞ്ജുവിന് സാധിക്കുമോ? സഞ്ജുവിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ പോരാട്ടത്തിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കപ്പെടുന്ന സിംബാബ്വെ പോരാട്ടം ഇന്ന് നടക്കാൻ പോവുകയാണല്ലോ. സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് 76 റൺസിന് തോറ്റതോടെ ഇന്ത്യയുടെ സെമിഫൈനൽ സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. ഇനി സിംബാബ്വെയോടും വെസ്റ്റ് ഇൻഡീസിനോടും കൂറ്റൻ ജയം നേടാതെ സെമിയിലേക്ക് എത്താൻ സാധിക്കില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സിംബാബ്വെക്കെതിരെ ഏറ്റവും വലിയ ജയമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലെത്താൻ സാധ്യത കൂടുതലാണെന്ന് പറയാം. മികച്ച മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം സഞ്ജു നടത്തിയിരുന്നു. ഇത് മലയാളി താരത്തിന്റെ തിരിച്ചുവരവിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സഞ്ജുവിനെ ഇന്ത്യ എവിടെയാവും കളിപ്പിക്കുന്നത് കണ്ടറിയണം. സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിലേക്ക് എത്തുമ്പോൾ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടാവും. ചില വെല്ലുവിളികളെ സഞ്ജു സാംസണ് മറികടക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, സഞ്ജു സാംസൺ ഇന്ന് കളിക്കാനിറങ്ങുന്നത് ചെന്നൈയിലാണ്. രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയ ശേഷം സഞ്ജു സാംസൺ ചെന്നൈയിൽ കളിക്കുന്ന ആദ്യ മത്സരമാണിത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പിന്തുണച്ച് വലിയ വിഭാഗം CSK ആരാധകർ സ്റ്റേഡിയത്തിലുണ്ടാവും. സഞ്ജു ചെന്നൈയിൽ എത്തിയപ്പോൾ തന്നെ ആർപ്പ് വിളിക്കാൻ വലിയൊരു വിഭാഗം ആരാധകർ എത്തിയിരുന്നു. അവർക്കെല്ലാം ഓട്ടോഗ്രാഫ് അടക്കം നൽകിയാണ് സഞ്ജു പോയത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് പ്രതീക്ഷയാവും ആരാധകർ ഇന്ന് ചെന്നൈയിൽ കളി കാണാനെത്തുക. CSK ടീം മാനേജ്മെന്റും സഞ്ജുവിന്റെ പ്രകടനത്തിലേക്ക് ഉറ്റുനോക്കും. ഇവർക്കെല്ലാം മുന്നിൽ കളിച്ച് മികവ് കാട്ടുന്നതാണ് സഞ്ജുവിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. സമീപകാലത്തെ മോശം ഫോമിലാണ് സഞ്ജു ഉള്ളത്. 2025 മുതലുള്ള സഞ്ജുവിന്റെ കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഇപ്പോൾ വലിയ സമ്മർദ്ദത്തെ മറികടക്കേണ്ടതായിട്ടുണ്ട്. CSK ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ സഞ്ജുവിന് മുന്നിലുള്ള തലവേദന എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, പ്ലേയിങ് ലെവലിൽ അവസരം ലഭിച്ചാൽ സഞ്ജുവിനത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കാരണം സിംബാബ്വെക്കെതിരെ സഞ്ജു കളിക്കുകയും ഫ്ലോപ്പ് ആവുകയും ചെയ്താൽ ടീമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം ഉറപ്പാണ്. പിന്നീട് തിരിച്ചുവരവ് എളുപ്പമാകില്ല. എന്നാൽ സിംബാബ്വെക്കെതിരെ മാച്ച് വിന്നിംഗ് പ്രകടനം നടത്തിയാൽ കരിയർ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കും. സഞ്ജുവിന്റെ കരിയറിൽ സിംബാബ്വെക്കെതിരെ പോരാട്ടം നിർണായകമാകുമെന്ന് തന്നെ കരുതാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സെമി സാധ്യത നിലനിർത്താനുള്ള നിർണായക മത്സരം എന്നതുപോലെ സഞ്ജു സാംസണിന്റെ കരിയർ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം കൂടിയാണിത്. ഇത് സഞ്ജുവും തിരിച്ചറിയുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമ്മർദ്ദവും മലയാളി താരത്തിനുണ്ടാവും. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ സഞ്ജുവിനെ ഇന്ത്യ പ്ലേയിങ് ലെവലിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സ്പിന്നിനെതിരായ മികവാണ്. സഞ്ജു സ്പിന്നിനെതിരെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം. ഇപ്പോൾ തുടക്കത്തിലെ ഓഫ് സ്പിന്നിനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ടോപ്പ് 3 തകർക്കുന്നതാണ് എതിരാളികളുടെ തന്ത്രം. ഇത് ഏറെക്കുറെ ഫലം കാണുന്നുമുണ്ട്. ഇതിനെ മറികടക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. സ്പിന്നെതിരെ താൻ ബോസാണെന്ന് തെളിയിക്കാൻ സഞ്ജുവിന് സാധിക്കാത്ത പക്ഷം അത് തിരിച്ചടിയായി മാറിയേക്കും. എന്തായാലും ഈ വെല്ലുവിളികളൊക്കെ മറികടന്ന് ശക്തമായി തിരിച്ചെത്താൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.